റമദാൻ പകുതി പിന്നിടുമ്പോൾ വാരാന്ത്യങ്ങളിൽ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഒമാനിൽ ഇഫ്താർ സംഗമങ്ങൾ സജീവമായി. 2 പതിറ്റാണ്ടായി റുവി ക്ലോക്ക് ടവറിൽ നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ഒമാനിലെ ഏറ്റവും വലിയ ഇഫ്താറുകളിലൊന്നായ റുവി ക്ലോക്ക് ടവർ ഇഫ്താർ സംഗമത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 2 പതിറ്റാണ്ടായി കോവിഡ് കാലത്തൊഴികെ മുടങ്ങാതെ നടക്കുന്ന ഈ ഇഫ്താർ സംഗമം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഡെക്കാനി വിങ്ങിന്റെ നേതൃത്വത്തിലാണ് വിഭവങ്ങളുമായുള്ള ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. ഒമാൻ വടകര സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ പ്രസിഡന്റ് വിനോദ് ഓക്കെ അധ്യക്ഷത വഹിച്ചു. വടകര സഹൃദയവേദി വൈസ് പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ റമദാൻ പ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും വിശിഷ്ട വ്യക്തികളും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഇൻകാസമാൻ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ലേബർ ക്യാമ്പിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. കേരള യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനു താജ് മുഖ്യാതിഥിയായ സംഗമത്തിൽ സിദ്ദീഖ് ഹസൻ, അനീഷ് കടവിൽ എന്നിവർ ഇഫ്താർ വിരുന്ന് നിയന്ത്രിച്ചു. ഒമാൻ SNDP യൂണിയൻ സംഘടിപ്പിച്ച ജനകീയ ഇഫ്താർ വിരുന്ന് മാനവ സാമുദായിക സൗഹൃദങ്ങളുടെ സംഗമവേദിയായി. മബേല ഗൾഫ് കോളേജ് അങ്കണത്തിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ഒമാനിലെ വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. കൺവീനർ രാജേഷ്, ചെയർമാൻ രാജേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. മസ്കറ്റ് KMCC മബേല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ഫാമിലി ഇഫ്താർ സംഘടിപ്പിച്ചു. മബേല മാൾ ഓഫ് മസ്കറ്റിന് സമീപത്തുള്ള അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മസ്കറ്റ് സുന്നി സെന്ററും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. മസ്കറ്റ് സുന്നി സെന്റർ അങ്കണത്തിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ വിദേശികളോടൊപ്പം സ്വദേശികളും പങ്കെടുത്തു. റമദാൻ ആദ്യ പകുതി പിന്നിട്ടതോടെ കൂടുതൽ ഇഫ്താർ സംഗമങ്ങളുമായി വിവിധ മലയാളി കൂട്ടായ്മകൾ സജീവമാണ്. കൈരളി ന്യൂസ്, ഒമാൻ.